നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരം ഇപ്പോൾ വലിയ രീതിയിൽ രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് വരെ എത്തുകയാണ്. എന്തായാലും കോൺഗ്രസ് കൂടി സമര രംഗത്തേക്ക് എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ അതിൽ ചർച്ചയ്ക്കുൾപ്പെടെ സന്നദ്ധമാകുന്നത് നമ്മൾ കാണുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ മണിക്കൂറാണ്. അതിൻ്റേതുൾപ്പെടെയുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CJPയുടെ സമരം അത് വലിയ രീതിയിൽ അതിന് പിന്തുണ ലഭിക്കുകയും പാർലമെന്റിനകത്തും പുറത്തും വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ CJP പ്രവർത്തകരുമായി ചർച്ചയ്ക്ക് ഇന്ന് കേന്ദ്ര സർക്കാർ സന്നദ്ധത അറിയിച്ച ദിവസമാണ്. എന്നാൽ ചർച്ചയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. നേരത്തെ ഒരു പ്രാഥമിക ചർച്ച നടന്നിരുന്നു. പക്ഷേ ആ ചർച്ച പ്രഹസനമാണ് എന്നതാണ് CJP ചൂണ്ടിക്കാട്ടിയത്. പിന്നെയും ഇപ്പോൾ ഒരു ചർച്ചയുടെ വേദി ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിൽ CJP കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ആദ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കട്ടെ, പിന്നീട് ചർച്ചയാകാം എന്നതാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുന്ന സാഹചര്യമുണ്ടായി. തുടർച്ചയായ മൂന്നാമത്തെ ദിവസമാണ് പാർലമെന്റ് ബഹളം മൂലം പിരിയുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് പലതവണ സഭ തടസ്സപ്പെട്ടു. അതിനുശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. स्थगन प्रस्ताव की सूचनाओं के बारे में निर्णय माननीय सदस्यगण, माननीय अध्यक्ष को कोई माननीय सदस्य 3 दिनों से सरकार की ओर से हमने ऑफर किया हुआ है। मैं औपचारिक तौर पर आज फिर माननीय स्पीकर महोदय आपके साथ से अब सुनिए ना, आपने बात कहा है तो सुनिए ना। सरकार नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है। मैं अनुरोध करता हूं कि चर्चा कब होना है, चर्चा का ड्यूरेशन कितना लंबा चर्चा होना है और किस नियम के तहत होना है। माननीय स्पीकर महोदय सारे पार्टी के फ्लोर लीडर से बातचीत करके इसका निर्णय किया जाए। सरकार पूरी तरह से नीट पेपर लीक पे चर्चा करने के तैयार है और इस देश के युवाओं का भविष्य के लिए हम सब मिलकर के एक सार्थक चर्चा हो, ये सरकार चाहती है। ഇപ്പോൾ സർക്കാർ ഒളിച്ചോടിയിട്ടില്ല, സർക്കാർ ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നതാണ് കിരൺ റിജിജു സൂചിപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം CJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജന്തർ മന്ദറിൽ നടന്നു. അതിനെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ടതെന്ന് കണ്ടതാണ്. അതിന് പിന്നാലെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ഒക്കെ അണിനിരന്ന പ്രതിഷേധം നടന്നു. രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്യുന്നത് കണ്ടു. അദ്ദേഹത്തിന് മുഖത്ത് പരിക്കേൽക്കുന്നത് കൊണ്ട് അതിനെ തുടർന്നാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ ഈ വിഷയം വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. അവിടെയാണ് കിരൺ റിജിജു നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, സർക്കാർ ഒളിച്ചോടിയിട്ടില്ല എന്നത് പറയുന്നത്. എപ്പോൾ ചർച്ചയ്ക്ക് സന്നദ്ധമാകുന്നു അപ്പോൾ പ്രതിപക്ഷമാണ് ഒളിച്ചോടുന്നത് എന്നതാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആദ്യം രാജി പിന്നെ ചർച്ച എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്ന നിലപാട്. അക്കാര്യമാണ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ. ആദ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന നിലപാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കാർത്തിക് ചേരും. അതിനു മുൻപ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന രാജി ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പൂർണ്ണ പരാജയമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. നാളെ സഭാതലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നത്
ഇന്ത്യ സഖ്യം ചർച്ചയിലൂടെ തീരുമാനിക്കും എന്നതുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വിവിധ നിലപാടുകളുണ്ട്, അവർ യോജിപ്പിലല്ല എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ ഇതുവരെയുള്ള ഒരു ആശ്വാസം. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്ന സൂചന ഇന്ത്യ സഖ്യം യോജിച്ച് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു എന്നത് കൂടിയാണ്. കാർത്തിക് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഈ സമരം പൂർണ്ണമായും കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നതാണോ രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടത്? ഇതുവരെ ചർച്ച എന്നതായിരുന്നു ഏറ്റവും പ്രധാന ആവശ്യമെങ്കിൽ ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ചയില്ല എന്നൊരു നിലപാടിലേക്ക് കൂടി കോൺഗ്രസ് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. രേണുക, ജൂലൈ 20 പാർലമെന്റ് മാർച്ച് ആഹ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ശക്തമായ പോലീസ് നടപടി ഉണ്ടാകുന്നു. അതിനുശേഷം 24 മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്നലെ വൈകിട്ട് സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത തരം പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ ഉപരോധിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്നു. ഇന്ന് 3ാം ദിനം രാവിലെ സഭ ചേർന്നപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തതിൽ അവർക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കറുത്ത ബാഡ്ജ് ധരിച്ചെത്തുന്നു. ഈ വിഷയം സജീവമായി പാർലമെന്റിൽ ഉന്നയിക്കുന്നു. 3ാം ദിവസവും പാർലമെന്റിന്റെ ഇരു സഭകളും സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭകൾ പിരിയുന്നു. അപ്പോൾ ഇന്നലത്തെ സമരം, ഇന്ന് പാർലമെന്റിലെ പ്രതിഷേധം, ഇങ്ങനെ 3ാം ദിവസം വൈകിട്ടേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഒരു അനുനയത്തിനുള്ള വാതിൽ കേന്ദ്ര സർക്കാർ തുറക്കുന്നു എന്നതാണ് നിർണായകം. കേന്ദ്ര സർക്കാർ പാർലമെന്റിനുള്ളിലും പുറത്തും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആണ് ഇന്ന് ഈ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ റൂൾസ് 267 അനുസരിച്ചുള്ള ചർച്ച വേണം എന്നാണ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടത്. ആ കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകിയില്ല എങ്കിൽ കൂടിയും എല്ലാ കക്ഷികളുമായി ഈ വിഷയം സംസാരിച്ച് ഉചിതമായ സമയത്ത് ചർച്ച നടത്താം എന്ന മറുപടിയാണ് കിരൺ റിജിജു നൽകിയത്. മറുവശത്താകട്ടെ CJP പ്രതിഷേധക്കാരുമായി ഒരു അനുനയ ചർച്ചയ്ക്കും സർക്കാർ സന്നദ്ധത അറിയിച്ചു. പക്ഷേ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ മാപ്പ് പറയണം എന്ന പ്രധാനപ്പെട്ട ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന നിലപാടിലാണ് CJPയും CJPയുടെ ഈ സമരം ഏറ്റെടുത്ത പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഈ ഘട്ടത്തിൽ ഉള്ളത്. സ്വാഭാവികമായും അതാണ് ചർച്ചയ്ക്കുള്ള സാധ്യതകൾ അടയ്ക്കുന്നത്. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ സന്നദ്ധമാകുമ്പോഴും ചർച്ചയുടെ വേദി അടക്കമുള്ള കാര്യങ്ങളിൽ CJP ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ജന്തർ മന്ദറിലെത്തി CJP നേതാക്കളുമായി ഈ വിഷയത്തിൽ ചർച്ചയാവാം, അതിനെ തുറന്ന സമീപനത്തോടെ കാണുന്നു. അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ വേദി, കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് അടക്കമുള്ള സ്ഥലങ്ങളാണ് CJP മുന്നോട്ട് വെച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അനുകൂല പ്രതികരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രിയുടെയും ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് ഇനി പോകില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് CJP ഉള്ളത്. അത്തരത്തിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകളിലേക്ക് കേന്ദ്രം വഴി തുറക്കുമ്പോൾ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. വേദി, വിഷയം അടക്കമുള്ള കാര്യങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മറുവശത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമായി സജീവമായി നിലനിർത്താൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. കറുത്ത ബാൻഡ് ധരിച്ച് വാർത്താ സമ്മേളനത്തിനെത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയുടെ ക്രൂരമായ ചിത്രങ്ങൾ അടക്കം കാണിക്കുന്നു. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. പ്രധാനമായും വിദ്യാർത്ഥികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഒപ്പം കഴിഞ്ഞ കാലയളവിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കാൻ ആധാരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. അതായത് 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 152 തവണ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടായി. 7.5 കോടിയോളം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഒരാളെ പോലും ഇതുവരെ ശിക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ ഈ വിഷയം എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു? ആ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് ശക്തമായ പിന്തുണ ഞങ്ങൾ അറിയിക്കുന്നു. അത് കോൺഗ്രസ് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തിന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. കാർത്തിക് തുടരുക, ഞാൻ കാർത്തിക്കിലേക്ക് വരാം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. പൂർണ്ണ പിന്തുണ ഈ സമരത്തിന് നൽകുന്നു എന്നതാണ് പറയുന്നത്. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച കേന്ദ്ര സമീപനത്തിലുള്ള അതിശക്തമായ വിമർശനം ഉന്നയിക്കുകയും അതിൽ പ്രതിഷേധ സൂചകമായി കറുത്ത ബാൻഡ് ധരിച്ചുകൊണ്ട് എത്തുകയുമാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. നമ്മൾ സമാനമായ നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടിട്ടുള്ളത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ ഇതിലും വലിയ സ്ക്രീനിൽ ഈ വിദ്യാർത്ഥികളെ ചവിട്ടി മെരിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള നടപടിയുടെ ദൃശ്യങ്ങളൊക്കെയും പ്രദർശിപ്പിക്കുന്നുണ്ട് രാഹുൽ
ഗാന്ധിയെ. അവിടെയാണ് ശക്തമായി ഈ വിഷയത്തിലുള്ള നിലപാട് രാഹുൽ ഗാന്ധി പറയുന്നത്. രാജി ആവശ്യത്തെ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ധർമ്മേന്ദ്ര പ്രധാൻ പൂർണ്ണ പരാജയമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. धर्मेंद्र प्रधान एक सिंबल है. धर्मेंद्र प्रधान is a symbol and the students have pain about how they have been treated. That symbol has to be removed. Out of respect to the students, that symbol has to be removed, number one. Number two, that symbol has to be removed because he is a completely incompetent, probably collusive person in this drama. We know his background. We know how clean he is. We know the type of person he is. There's a history here. And to send a message to the country that we are listening to the students, we respect their sentiment, this man's got to go. And that is why we went to the Prime Minister's house yesterday to support this demand, which is a demand that every single student is making. How the discussion is going to be held, who is going to hold it, it's not only the government's decision. Because two people need to talk. That's going to be decided by the opposition. At least our part of it. The government wants to distract from this. The government wants to rub this thing under the carpet. So they are avoiding. और हम चाहते हैं कि ये सेंट्रल इशू है और ये सेंट्रल इशू पर रेजोल्यूशन आए. प्रधान जाए, Prime Minister apologizes. Everyone who assaulted students is the first step. Then we want to see changes being made to the testing system. We want to see changes being made to the amount of money people are charging. Thank you. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. വിദ്യാർത്ഥികളെ ശരിയായ ദിശയിൽ നയിക്കണം, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കാര്യമുണ്ട് എന്നത് ഉൾക്കൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. ഏതാണ്ട് തെറ്റ് സമ്മതിക്കുന്ന പോലെ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതിൽ കുറ്റക്കാർക്കെതിരെ ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം. പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ ഇത് അവസാനിക്കുന്നില്ല. അതിനുശേഷം കേന്ദ്ര സർക്കാർ ചർച്ചയുടെ വഴികൾ തുടർന്നു. ഇന്നലെ പ്രതിപക്ഷം കൂടി പ്രതിഷേധത്തിന് തുനിയുമ്പോൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ അനുനയത്തിനുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആ സമരവേദിയിലെത്തി രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന പ്രതിപക്ഷ ആവശ്യത്തിനും കേന്ദ്ര സർക്കാർ വഴങ്ങുന്നതാണ് കണ്ടത്. ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേന്ദ്രം നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പ്രതിപക്ഷം അതല്ല ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്നത് ചൂണ്ടിക്കാട്ടുന്നത്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് എന്ന് ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ കാർത്തിക് സൂചിപ്പിച്ചതുപോലെ ചർച്ചയ്ക്കുള്ള സന്നദ്ധത CJPയുമായും കേന്ദ്ര സർക്കാർ തുറക്കുകയാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ പ്രതിപക്ഷം നിൽക്കുമ്പോൾ CJPയും ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജന്തർ മന്ദറിലേക്ക് ആർക്കും ചർച്ചയ്ക്ക് വരാം എന്നതാണ് CJP നേതാവ് പ്രതികരിച്ചത്. കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നവർ നിലപാടെടുക്കുന്നു. നിഷ്പക്ഷ വേദിയും ചർച്ചയ്ക്ക് തെരഞ്ഞെടുക്കാം എന്നൊരു ഉപാധി CJPയും ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ CJP വക്താവിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. We have given them two options. We have told them that the government can either come to Jantar Mantar or we can meet at a place closer to Jantar Mantar, a neutral place, but we are definitely not going to his home or office. They reached out to us. They reached out on the 20th also, despite the narrative they want to spread. It's false. They reached out to us since the morning. There are visuals of police asking us to meet the government. There are, and today also the police reached out to us saying that the government wants to talk. We are happy to talk. But we'll only talk when they are open-minded and they want to listen to the protesters' demand and they will accept our demand. Not in personal touch, but yes, we saw the protests yesterday. We are very happy with what has, with the peaceful protests that took place, and we condemn the police action that was taken against him and other MPs. This is not how democracy functions. It only functions through discussion, debate, and listening to the people of this country. They have joined us already. Many MPs have come from all the parties except BJP, and we are very happy that they are standing in solidarity with the youth of this country.
CJP പ്രതിനിധിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ചർച്ചകളോട് തുറന്ന സമീപനമാണുള്ളത്. പക്ഷേ ഈ ഏതെങ്കിലും ഓഫീസുകളിലേക്ക് എത്തില്ല കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾക്കായി. ജന്തർ മന്ദറിലേക്ക് അവർക്ക് വരാം എന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷ വേദി തെരഞ്ഞെടുക്കാം, ഞങ്ങളെ കേൾക്കാൻ, തുറന്ന മനസ്സോടുകൂടി കേൾക്കാൻ സന്നദ്ധമാണെങ്കിൽ ആ ചർച്ച നടക്കുമെന്നതാണ്. കാർത്തിക്, ഇവിടെ എങ്ങനെയാണ് ഈ 30 ദിവസം പിന്നിട്ട ഈ സമരം അവസാനിപ്പിക്കുക എന്നതൊരു ചോദ്യമാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം കൂടി അത് ഏറ്റെടുക്കുന്നു, വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനൊപ്പം നിൽക്കുന്നു. ഇപ്പോൾ സൗരവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ തങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞങ്ങളുടെ സമാധാനപൂർണ്ണമുള്ള ഈ സമരത്തിന് അവർ നൽകുന്ന പിന്തുണ കൂടുതൽ കരുത്താണ് എന്നുകൂടി CJP ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ അത്തരം പിന്തുണ കൂടുതലായി ലഭിക്കുന്നുണ്ട്. പാർലമെന്റ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്ത രീതിയിൽ പാർലമെന്റിനകത്തും പ്രതിഷേധം ശക്തമാണ്. എന്താണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള വഴി? അവർ കൂടുതൽ അനുരഞ്ജന ശ്രമങ്ങൾക്ക് വിധേയമാകും അല്ലെങ്കിൽ വഴങ്ങും എന്നതാണോ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന? ചർച്ചകൾക്കുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു. അതിനോട് ഇനി CJPയുടെ സമീപനം എന്താകുമെന്ന് അറിയണം. ഒരു നിഷ്പക്ഷ വേദിയിലേക്ക് ചർച്ച നടത്താൻ സന്നദ്ധരായി അവർ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷേ ചർച്ച നടന്നേക്കും. നിലവിൽ എന്തായാലും അനിശ്ചിതത്വം ഇക്കാര്യത്തിൽ തുടരുകയാണ്. രേണുക ചോദിച്ചത് വെച്ച് ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയോട് ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്കില്ലേ, നാളെ പാർലമെന്റ് ചേരുമ്പോൾ ഇത് തന്നെയാകുമോ സമീപനം എന്നായിരുന്നു. പാർലമെന്റ് സുഗമമായി നടക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തോടുള്ള അവസാന ചോദ്യം. ആ ആവശ്യങ്ങളോട് രാഹുൽ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളാണ്. അവരുടെ ആവശ്യത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. നാളെ സഭ തലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളാണ്. അത് നാളെ യോഗം ചേർന്ന് തീരുമാനിക്കും. അതായത് ഈ വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉള്ളത്. മാത്രമല്ല കരുതലോടുകൂടിയാണ് പ്രതികരണം എന്നതും വായിക്കണം. കാരണം കഴിഞ്ഞ ദിവസം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഈ പ്രതിഷേധ സമരം നടന്നത്. അതിൽ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു. സമാജ്വാദി പാർട്ടി, AAP അടക്കമുള്ളവരുടെ വിമർശനങ്ങൾ വലിയ തോതിൽ ചർച്ചയായതുമാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ സഭാതലത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലെ പ്രതികരണവും ഒപ്പം ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളാണ് എന്നതടക്കമുള്ള മറുപടിയും. മറ്റൊന്ന്, സോനം വാങ്ചുക്ക് നിലവിൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തെ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ അതായത് ആത്മഹത്യ ചെയ്ത പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വേദന കൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം, ഒപ്പം പാർലമെന്റിൽ ഒരു തുറന്ന ചർച്ച, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടക്കമുള്ള ആവശ്യങ്ങളിൽ തുറന്ന ചർച്ച, ഇതടക്കമുള്ള ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ഒരു നടപടിയുമില്ല എന്ന ഉറപ്പുകൂടി വേണം എന്ന് അദ്ദേഹത്തിൻ്റെതായ വാക്കുകളിലൂടെ വ്യക്തമാക്കി എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നിലപാട് എന്തായിരിക്കും? ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഒരു നിഷ്പക്ഷ വേദിയിലേക്ക് അവർ ചർച്ചയ്ക്ക് പോകുമോ? അങ്ങനെ ചർച്ചയ്ക്ക് പോയാൽ രാജി ആദ്യം, മറ്റ് ചർച്ചകൾ പിന്നീട് എന്ന പ്രതിപക്ഷ ആവശ്യത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറാകുമോ? നിലവിൽ അതിൻ്റെ ഒരു സൂചനകളും ലഭ്യമാകുന്നില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. പക്ഷേ രാജി ആവശ്യത്തോട് അനുകൂലമായൊരു പ്രതികരണം ഇന്ന് പാർലമെന്റിന് പുറത്തും എവിടെയും വന്നിട്ടില്ല. മറിച്ച് മറുവശത്ത് ശക്തമായി രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കുകയാണ് BJP. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകളും വ്യക്തമാക്കുന്നത് അതാണ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും അവരെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ചില പ്രതിപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നു. അതാണ് സംഭവിക്കുന്നത് എന്ന് ആവർത്തിക്കുകയാണ് BJP നേതാക്കൾ പുറത്ത്. അതായത് ശക്തമായി തന്നെ ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. മാത്രമല്ല ഈ പ്രതിഷേധം മുന്നിൽ കണ്ട് ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതായത് 10 FIRകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു. പല മെട്രോ സ്റ്റേഷനുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ അടച്ചിട്ടിരിക്കുകയാണ്. അത്തരത്തിൽ കരുതലോടുകൂടിയാണ് ഈ പ്രതിഷേധ സമരത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. തീർച്ചയായും വളരെ കരുതലോടുകൂടി കേന്ദ്രം നീങ്ങുകയാണ്. കാർത്തിക് ആണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം തന്നെ നാളെയും സഭ ഇപ്പോൾ തുടർച്ചയായ 3-ാം ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സഭാ നടപടികൾ തടസ്സപ്പെടുന്നതാണ് കണ്ടത്. സഭ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വീണ്ടും ഈ വിഷയം സഭയിൽ തീർച്ചയായും ഉയരും. അതിന്റെ സൂചനകൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും നൽകുന്നത്. ഒപ്പം പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ട് CJP നേതാക്കൾ, പ്രവർത്തകർ ജന്തർ മന്ദറിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എത്ര ദിവസം ഇത് നീണ്ടുപോകും? എന്താണ് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നീക്കം എന്നത്
തന്നെയാണ് ഏറ്റവും പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കുന്നത്. ചർച്ചയ്ക്കുള്ള സന്നദ്ധത ഇപ്പോൾ ഏതാണ്ട് കേന്ദ്രം മുന്നോട്ട് വെക്കുമ്പോൾ പോലും അതിനുള്ള സാഹചര്യം അടയുന്നു എന്നതാണ്. കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും കൂടുതൽ ആളുകൾ എത്തുന്നത് തടയുക, സമരവേദിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് തടയുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് മെട്രോ സ്റ്റേഷനുകൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. ഈ വിഷയത്തിൽ ഇന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ വെക്കേണ്ടി വരും എന്നതാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. ഇതിൽ മുൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നും പറയുന്നുണ്ട് മുഖ്യമന്ത്രി. വസ്തുത ഇതായിരിക്കെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്താൻ ശ്രമിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന മുഖ്യമന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ ശരിക്കും വെട്ടിലാക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. PM ശ്രീ PMAY വിവാദങ്ങൾക്ക് പിന്നാലെയാണ് വഖഫ് വിഷയത്തിലും ലീഗ് പ്രതിസന്ധിയിലാകുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഇടക്കാല ഉത്തരവ് ഭേദഗതി ചെയ്തുകൊണ്ട് സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവ് ആശ്വാസകരമെന്ന് കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കുവച്ച കുറിപ്പിൽ ഒരു ആശങ്ക പങ്കുവച്ചു. പുതിയ വഖഫ് നിയമത്തിലെ അമുസ്ലിങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട 14-ാം വകുപ്പ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുമെന്ന് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ആഴ്ച സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അതേപടി സുപ്രീംകോടതിയിലും ആവർത്തിക്കുകയാണുണ്ടായതെന്നും ഇത് ആശങ്കപ്പെടുത്തുന്നതാണെന്നുമാണ് പിണറായി വ്യക്തമാക്കിയത്. പുതിയ നിയമത്തിലെ സെക്ഷൻ 14 പ്രകാരമാണ് വഖഫ് ബോർഡ് രൂപീകരിക്കേണ്ടത്. ഇതിൽ ബാർ കൌൺസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അവിടെ നിന്നുള്ള ഒരംഗത്തെയും ഇതിനോടകം വിവാദമായ അമുസ്ലിം അംഗങ്ങളെയും LDF സർക്കാർ ബോർഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ LDF സർക്കാരിന്റെ കാലത്ത് ബോധിപ്പിച്ച ഇന്റർവെൻഷൻ ഹർജിയിൽ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കാൻ പറ്റില്ല എന്ന കൃത്യമായ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് പിണറായി വ്യക്തമാക്കുന്നത്. ഹർജിയിൽ ഭേദഗതി ചെയ്ത പുതിയ വഖഫ് നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്ന ശക്തമായ വാദമാണ് LDF സർക്കാർ സ്വീകരിച്ചത് എന്നും പിണറായി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ നയം മാറ്റം സുപ്രീംകോടതിയിൽ നിലനിൽക്കുന്ന റിട്ട് ഹർജികളെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കും എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. ന്യൂനപക്ഷ താൽപര്യങ്ങൾ ബലികഴിക്കപ്പെടും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ അധികാര മാറ്റം നടന്ന ഉടൻ തന്നെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ എല്ലാ പ്രതിരോധവും അവസാനിച്ചു പോകുന്നത് ആശങ്കാജനകമാണ് എന്നതാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂനപക്ഷ സംരക്ഷകരെന്ന് നടിക്കുകയും അതേസമയം തന്നെ സംഘപരിവാർ അജണ്ടയ്ക്കനുസരിച്ച് ന്യൂനപക്ഷങ്ങളെ ഒറ്റുകൊടുക്കുകയും ചെയ്യുകയാണ് UDF സർക്കാർ എന്നതാണ് വിമർശനം. പുതിയ വഖഫ് നിയമത്തെ എതിർക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും സംഘടനകളും അമുസ്ലിങ്ങളുടെ നിയമനത്തെ തള്ളിക്കളയുകയാണ്. എന്നാൽ അതടക്കം നടപ്പിലാക്കുമെന്നാണ് UDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയും വഖഫ് നിയമത്തിന്റെ ഉദ്ദേശശുദ്ധിയെയും ചോദ്യം ചെയ്യുന്ന സംഘപരിവാർ സ്പോൺസേഡ് നിയമത്തെ അതേപടി സ്വീകരിക്കുന്ന നിലയിലേക്ക് UDF അധപ്പതിച്ചിരിക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. അപ്പോൾ അതിശക്തമായ വിമർശനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ ഉയർത്തിയത്. വഖഫ് വിഷയത്തിൽ UDF സർക്കാർ സുപ്രീംകോടതിയിൽ സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ വിമർശനം ഉന്നയിച്ചത്. ഇതേ നിലപാട്, ഇതേ ആരോപണം P രാജീവും ഉയർത്തി. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ഗൌരവമുള്ളതെന്നാണ് P രാജീവ് ചൂണ്ടിക്കാട്ടിയത്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്നതാണ് കേരളത്തിന്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞത്. വകുപ്പ് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതിന് വിരുദ്ധമാണ് ഈ നിലപാട്. അത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു, സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു P രാജീവ്. യഥാർത്ഥത്തിൽ ഈ വഖഫ് ഒരു ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ബോർഡിനകത്ത് നോൺ മുസ്ലിം പാടില്ല എന്നുള്ളതാണ് കേരളം നേരത്തെ സ്വീകരിച്ച നിലപാട്. അതുപോലെ തന്നെ ഭരണഘടന 14, 25, 26 വിരുദ്ധമാണ്. അതുകൊണ്ട് നോൺ മുസ്ലിം പാടില്ല എന്ന നിലപാടാണ് കേരളം നേരത്തെ എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ വളരെ പ്രകടമായി പറഞ്ഞു, നോൺ മുസ്ലിംസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അവരെ ഞങ്ങൾ എതിർക്കുന്നില്ല, അതിനനുസരിച്ചുള്ള അണ്ടർടേക്കിംഗ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നു എന്ന് കേരളം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു BJP നിലപാട്, ഗവൺമെന്റിന്റെ നിലപാട് പോലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്.
ഇപ്പോൾ BJP സർക്കാരിന്റെ നിലപാട് UDF സർക്കാർ പിന്തുടർന്നു എന്നതാണ് പി രാജീവ് ഉന്നയിച്ച ആരോപണം. സമാനമായിരുന്നു മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടിയത്. എങ്ങനെയാണ് സംഘപരിവാർ നയങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നത്? ന്യൂനപക്ഷങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നതാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ വെക്കേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. കേന്ദ്ര നിയമം നടപ്പാക്കിയേ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കഴിഞ്ഞ സർക്കാർ ഉത്തരവിലും ഇതുണ്ട്. അമുസ്ലിം പ്രതിനിധികൾ 2 പേരെ പിന്നീട് വെക്കുമെന്ന് കഴിഞ്ഞ സർക്കാർ കോടതിയിൽ പറഞ്ഞു എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അമുസ്ലിം അംഗങ്ങളെ വെക്കാമെന്ന് വഖഫ് ബോർഡും സുപ്രീം കോടതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്തുന്നതിനും മുസ്ലിം വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിനും വേണ്ടി തെറ്റായ പ്രചരണം നടത്തുന്നു എന്നതാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. മുസ്ലിങ്ങളെ UDF സർക്കാരിനെതിരാക്കുക ലക്ഷ്യമിട്ടാണ് പിണറായി വിജയന്റെ പ്രചാരണമെന്നും മുഖ്യമന്ത്രി ആരോപിക്കുകയാണ്. വർഗീയ പ്രചാരണം അഴിച്ചുവിട്ട് മുസ്ലിങ്ങളെ സർക്കാരിനെതിരാക്കാൻ പ്രതിപക്ഷ നേതാവോ CPMO വിചാരിച്ചാൽ നടക്കില്ല എന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുകൂടി കേൾക്കാം. കഴിഞ്ഞ ഗവൺമെന്റ് എടുത്ത നിലപാടെന്താ? അമുസ്ലിങ്ങളായ ആളുകളെ വെച്ചുകൊള്ളാമെന്നാണ്. കാരണം അത് ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമല്ലേ അത് അല്ലല്ല ഞങ്ങളല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞത് ഈ അമുസ്ലിങ്ങളായ ആളുകളെ പിന്നീട് വെച്ചുകൊള്ളാം എന്ന് ഉത്തരവിൽ തന്നെ ഉണ്ട്. പിണറായി സർക്കാർ ഇറക്കിയ ഉത്തരവ് നിങ്ങൾ വായിച്ചു നോക്ക്. ആ ഉത്തരവിലുണ്ടത്. എന്നിട്ട് ഇപ്പോഴും വഖഫ് ബോർഡ് പോയി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറയുന്നത് ഞങ്ങളത് വെച്ചുകൊള്ളാം എന്നാ. അല്ല, അത് ഇപ്പോൾ സെൻട്രൽ ആക്ട് അല്ലേ. ഇപ്പോൾ കോടതി അതിനെതിരായിട്ട് സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളിയത് കൊണ്ടാണ് പിണറായി സർക്കാർ വഖഫ് ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ ഈ 2 അമുസ്ലിം പ്രതിനിധികളെ ഞങ്ങൾ വെച്ചുകൊള്ളാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ടായിരിക്കും വെക്കായിരുന്നത്. ബൈൻഡിങ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഒരു സ്റ്റാൻഡ് എടുക്കാമല്ലോ, വെക്കില്ല. അപ്പോൾ പിണറായി സർക്കാരും അത്തരമൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്നതാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. 2 അമുസ്ലിം അംഗങ്ങളുടെ ഒഴിവ് ഉടൻ നികത്താമെന്ന് LDF സർക്കാരിന്റെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് LDF സർക്കാർ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച രേഖകളിൽ ഇക്കാര്യം വ്യക്തമാണ്. വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡിൽ 11 അംഗങ്ങൾ വേണം. കഴിഞ്ഞ ഫെബ്രുവരി 4-നാണ് 9 അംഗങ്ങളെ ഉൾപ്പെടുത്തി LDF സർക്കാർ പുതിയ ബോർഡ് രൂപീകരിച്ചത്. 2 പേരുടെ ഒഴിവ് ഉടൻ നികത്തുമെന്ന് ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ UDF സർക്കാർ ഹൈക്കോടതിയിൽ അനുകൂലിച്ചെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടെയാണ് 2ാം പിണറായി സർക്കാരിന്റെ ഉത്തരവ് ചർച്ചയായത്. അതിന് പിന്നാലെ അത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ VD സതീശനും ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. പുതിയ നിയമത്തിലെ വ്യവസ്ഥകളോടുള്ള LDF സർക്കാരിന്റെ എതിർപ്പ് ആത്മാർത്ഥമായിരുന്നുവെങ്കിൽ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതുവരെ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്താമായിരുന്നു എന്നാണ് UDF കേന്ദ്രങ്ങൾ ഈ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ UDF ഭരിക്കുമ്പോഴാണ് ഇപ്പോൾ അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് കോടതിയിൽ സമ്മതിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര നിയമം നടപ്പാക്കിയേ കഴിയൂ എന്ന് തുറന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുമ്പോൾ വെട്ടിലാകുന്നത് മുസ്ലിം ലീഗാണ്. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തേണ്ടി വരുമെന്ന മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ ശരിക്കും മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ അധികാരമാറ്റം നടന്ന ഉടൻ തന്നെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ എല്ലാ പ്രതിരോധവും അവസാനിച്ചുവെന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. PM ശ്രീ PMAY വിഷയത്തിന് സമാനമായ സാഹചര്യം വഖഫിലും ഉരുത്തിരിയുന്നതാണ് കാണുന്നത്. വഖഫിൽ കൂടി നിലപാട് മയപ്പെടുത്തേണ്ടി വരുന്നത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ നടക്കുന്ന നിയമപോരാട്ടം മുൻനിർത്തിയുള്ള വിശദീകരണം കൊണ്ട് മാത്രം ലീഗിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മുസ്ലിം പണ്ഡിത സഭകളെയും അണികളെയും വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ ലീഗ് നേതൃത്വത്തിന് ബുദ്ധിമുട്ടേണ്ടി വരും. വഖഫ് ബോർഡിൽ അമുസ്ലിം അംഗങ്ങൾ പാടില്ല എന്നതാണ് ലീഗിന്റെ പ്രഖ്യാപിത നിലപാട്. ഇത് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഉമീദ് ആക്ടിന്റെ ഭേദഗതിക്കെതിരെ ലീഗ് സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ലീഗ് ഉൾപ്പെട്ട സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സെക്ഷൻ 14 പ്രകാരം അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പുനഃസംഘടനയ്ക്ക് തയ്യാറാണെന്ന ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് ലീഗിലും വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇത് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കും എന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ
ഉയരുന്ന വിമർശനം. അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്കനുസരിച്ചായിരിക്കും എന്ന് സത്യവാങ്മൂലത്തിൽ എഴുതി ചേർക്കണമായിരുന്നു എന്നാണ് വകുപ്പ് മന്ത്രിയടക്കം ചൂണ്ടിക്കാട്ടിയത്. ഈ അതൃപ്തി പുകയുന്നതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പരസ്യമായി തന്നെ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ വെക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നത്. അതേസമയം അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ദേവസ്വം ബോർഡിൽ എന്തുകൊണ്ട് അഹിന്ദുക്കളെ ഉൾപ്പെടുത്തിക്കൂടാ എന്ന ചോദ്യവുമായി മുൻ ചെയർമാൻ TK ഹംസ രംഗത്ത് വരുന്നതുകൂടി ഇന്ന് കണ്ടു. അപ്പോൾ ഇത് നോമിനേറ്റ് ചെയ്യാനും കമ്മിറ്റി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. ഈ പ്രശ്നം ഹൈക്കോടതിയിൽ പെൻഡിങ് ആയതുകൊണ്ടാണ് ആ 2 പോസ്റ്റ് ഫില്ലപ്പ് ചെയ്യാതെ പുനഃസംഘടിപ്പിച്ച പിണറായി ഗവൺമെൻറ്. കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മറ്റേ ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ പുനഃസംഘടിപ്പിക്കണമല്ലോ. ആ സമയത്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭേദഗതി നിയമം വരുന്നത്. ആ നിയമത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു നിയമം. മുസ്ലിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന, ദാനം ചെയ്ത സമ്പത്ത് സംരക്ഷിക്കുന്ന ബോർഡാണല്ലോ വഖഫ് ബോർഡ്. അതിൽ 2 അമുസ്ലിമുകൾ കയറണം എന്നത് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള ആ ഒരു മതേതരത്വം മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയെ തകർക്കാനും സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു തുടക്കം കുറേയായി കേന്ദ്രത്തിൽ BJP തുടങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമാണിത്. എന്നാൽ പിന്നെ ദേവസ്വം ബോർഡിൽ എന്താ 2 മുസ്ലിം ഇല്ലാത്തത്? അതിൽ ക്രിസ്ത്യാനിൻ്റെ കൂടെ ദേവസ്വം ബോർഡിൻ്റെ സമ്പത്തല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. പെട്ടതാണ്. കോടതി എന്താ വെച്ചാൽ പറയട്ടെ. ഇപ്പം ഞാൻ പറയാം, രാമക്ഷേത്രത്തിൽ വലിയ അഴിമതി നടന്നു പറഞ്ഞ രാമക്ഷേത്രത്തിന്റെ ഭരണസമിതി ബോർഡിൽ എന്തുകൊണ്ട് ഇല്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് TK ഹംസ ഇവിടെ. ആ രീതിയിൽ കൂടി ചർച്ചകൾ ഉണ്ടാവുകയാണ്. എന്തായാലും ഇതിൽ ലീഗിന്റേതുൾപ്പെടെയുള്ള നിലപാട് ഈ സത്യവാങ്മൂലത്തിൽ, സുപ്രീം കോടതി നൽകുന്ന സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങൾ, ഈ വിയോജിപ്പൊക്കെ കൃത്യമായി പ്രകടിപ്പിക്കാം എന്നതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മാത്രവുമല്ല, ഇന്ന് മുഖ്യമന്ത്രി അതിനെ ഏറ്റവും ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. അത് നടപ്പാക്കാതെ മറ്റു വഴിയില്ല എന്ന് പറയുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നത് നടപ്പാക്കാനുള്ളതല്ല എന്ന് തെളിയിക്കുന്നു വീണ്ടും UDF മുഖ്യമന്ത്രി. നമ്മൾ നേരത്തെ PM ശ്രീയിലും സമാനമായ നില കണ്ടതാണ്. അത് മുൻ സർക്കാരിന്റെ ചുമലിൽ അതിന്റെ ഉത്തരവാദിത്വം വെച്ചുകൊണ്ട് അത് പിന്തുടരും എന്നത് മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോഴും ഈ വിഷയത്തിലും സമാനമായ നില തുടരുകയാണ്. ഉത്തരവാദിത്വം മുൻ സർക്കാരിന്റെ തലയിൽ വെച്ച് PM ശ്രീയിൽ സ്വീകരിച്ച സമാനമായ നിലപാട് വഖഫിലും തുടരുന്നതാണ് കണ്ടത്. വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്ന സമസ്ത മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് സംഘടനയ്ക്കുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ മുസ്ലിം സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന വിമർശനങ്ങളെയും പ്രതിപക്ഷ ആരോപണങ്ങളെയും ലീഗും UDFും എങ്ങനെ മറികടക്കും എന്നതാണ് ഇനി അറിയേണ്ടത്. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടന്നുവരികയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയും സോണിയാഗാന്ധിയെയും നേരിൽ കണ്ട് മുഖ്യമന്ത്രി VD സതീശൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായം അറിയിച്ചു. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ ഡൽഹിയിൽ പോയത്. അദ്ദേഹം തന്റെ നിലപാട് അവിടെ അറിയിച്ച് മടങ്ങിയെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രമുഖ നേതാക്കളെ ഓരോരുത്തരെയായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വ്യക്തിപരമായി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 അവകാശവാദികൾ ഉണ്ടായപ്പോൾ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടാണ് ഹൈക്കമാൻഡ് ഒറ്റ പേരിലേക്ക് എത്തിയത്. അപ്പോൾ സമാനമായ നിലയിൽ KPCC അധ്യക്ഷൻ ആകാനുള്ള അവകാശവാദം ഉന്നയിച്ച് ആളുകൾ രംഗത്ത് വരുമ്പോൾ അവിടെയും സമാനമായ ഒരു പ്രക്രിയ ഹൈക്കമാൻഡ് നടത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ മുൻനിരയിൽ നിൽക്കുന്നത് ഏതാണ്ട് 6 പേരുണ്ട്. മനസ്സിൽ ആഗ്രഹവുമായി ചില മുതിർന്ന നേതാക്കളും ഉണ്ട് KPCC അധ്യക്ഷനാകാൻ പിന്നിൽ. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നേതാക്കളെ ഓരോന്നായി കണ്ട് KPCC അധ്യക്ഷനെ കണ്ടെത്താൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം കണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി VD സതീശനെയാണ്. KPCC അധ്യക്ഷ ചർച്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രി VD സതീശൻ സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ KPCC അധ്യക്ഷനാകണം എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സർക്കാരുമായി യോജിച്ചു പോകുന്നയാൾ പ്രസിഡന്റ് ആകണമെന്ന അഭിപ്രായമാണ് സതീശൻ പക്ഷത്തുള്ളവർക്ക് കുറേയധികമായി ഉള്ളത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അധ്യക്ഷനായിരുന്ന VM സുധീരൻ സർക്കാരിനെതിരെ നിലകൊണ്ടത് മൂലമുണ്ടായ
പ്രതികൂല സാഹചര്യം ഇവർ ഉയർത്തിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാരുമായി യോജിച്ചു പോകുന്ന ഒരു അധ്യക്ഷൻ വേണം, അതാണ് ഒരു കൂട്ടായ പ്രവർത്തനത്തിന് അനിവാര്യം എന്നത് വി ഡി സതീശൻ പക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഹൈക്കമാൻഡുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ആർക്കൊക്കെയാണ് സാധ്യത എന്ന് നോക്കിയാൽ കൊടിക്കുന്നിൽ സുരേഷ്, മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ പേരുകളാണ് ചർച്ചയിൽ സജീവമായി ഇപ്പോൾ ഉള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് നമുക്കറിയാം വളരെ നേരത്തെ തന്നെ നേതൃത്വത്തെ കണ്ട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തന്റെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടാണ് ഈ അവകാശവാദം കൊടിക്കുന്നിൽ സുരേഷ് ഉയർത്തിയത്. മുതിർന്ന നേതാവായ തനിക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തിന് അർഹതയുണ്ട്, പലതവണ മാറ്റി നിർത്തപ്പെടുകയുണ്ടായി, തന്റെ സീനിയോറിറ്റി പരിഗണിക്കണമെന്നും അർഹമായ പദവി നൽകണമെന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷ് ഖർഗെയെ അറിയിച്ചിട്ടുള്ളത്. ആന്റണി MP, മാത്യു കുഴൽനാടൻ MLA, ജോസഫ് വാഴക്കൻ എന്നിവരും പദവിക്കായി പരിഗണിക്കപ്പെടുന്നുണ്ട്. അടൂർ പ്രകാശ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, KC ജോസഫ്, MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ഒരാൾക്ക് ഒരു പദവി മാനദണ്ഡമാക്കാതെ KPCC അധ്യക്ഷനെ കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ പ്രാഥമിക ചർച്ച നടന്നുവെന്നതിനപ്പുറം അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരാൾക്കൊരു പദവി എന്നത് പരിഗണിക്കപ്പെട്ടാൽ മുൻ KPCC അധ്യക്ഷന്മാർക്ക് കൂടി സാധ്യതയുണ്ട് എന്ന് ഉണ്ട്. അപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനോ VM സുധീരനും MM ഹസൻ എന്നിവരുടെ പേരുകളും ആ ഘട്ടത്തിൽ വേണമെങ്കിൽ ഉയർന്നു വന്നേക്കാം. എന്നാൽ ഇപ്പോൾ അതൊരു മാനദണ്ഡമാക്കണ്ട എന്ന ചർച്ചകളും സജീവമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനം എടുക്കുക. ഒന്നിലധികം പേരുകൾ വന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച രീതിയിൽ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ച് KPCC പ്രസിഡന്റ് നിയമനത്തിൽ അഭിപ്രായം തേടിയ ശേഷം പ്രഖ്യാപനം എന്ന രീതിയിലാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ നേതാക്കളെ ഓരോരുത്തരെയായി ഇനി ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വരും ദിവസം വ്യക്തിപരമായി തന്നെ അവരുമായുള്ള ചർച്ചകളും അഭിപ്രായം തേടലും നടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിലൂടെയായിരിക്കും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഇതിപ്പോൾ 2 മാസം പിന്നിടുകയാണ് സംസ്ഥാനത്ത് UDF സർക്കാർ. പക്ഷേ മന്ത്രിസ്ഥാനത്തിലുള്ള സണ്ണി ജോസഫ് തന്നെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയും സർക്കാരും തമ്മിലുള്ളൊരു കോർഡിനേഷൻ ശരിയായ വിധത്തിൽ നടക്കുന്നില്ല എന്നതാണ് ഈ 2 മാസത്തെ അനുഭവം മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും പല വിഷയങ്ങളിലും പരസ്യ പ്രസ്താവന ഉൾപ്പെടെ ഉണ്ടാകുന്നു. അത് പരസ്യമായുള്ള വിഴുപ്പലക്കല്ലുകളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം വിഷയത്തിൽ അത് സംഭവിച്ചു. ഏറ്റവും ഒടുവിൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലുമൊക്കെ അത് നടക്കുന്നു. അപ്പോൾ ആ ഒരു കോർഡിനേഷൻ ശക്തമാക്കണം. അതിന് പ്രാപ്തനായ ഒരു KPCC അധ്യക്ഷൻ വേണം എന്നതാണ്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കോൺഗ്രസ് കടന്നിരിക്കുന്നത്, ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നത്. എന്തായാലും നേതാക്കളുടെ മനസ്സറിഞ്ഞ് തീരുമാനമെടുക്കുന്നത് ഒരു നല്ല മാതൃകയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന വിഷയത്തിൽ അത് നല്ല മാതൃകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി തീരുമാനിച്ചതിന് പോലെ നേതാക്കൾ അവിടെ എത്തുകയും പരസ്യ പ്രസ്താവനകൾ വരികയും വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പകിട്ട് തന്നെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുപോലെയുള്ള വിഴുപ്പലക്കൽ ഉണ്ടാകരുത് എന്നതാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും KPCC അധ്യക്ഷനെ തീരുമാനിക്കും. ഡൽഹിയിൽ നടന്നൊരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രി പുറത്തുവിട്ട അതിന്റെ ചിത്രവും വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി NCP അധ്യക്ഷൻ ശരത് പവാറും മകൾ സുപ്രിയ സുലെ MPയും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നതിനിടെയാണ് പവാറിന്റെയും സുപ്രിയ സുലെയുടെയും കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ സഖ്യരാഷ്ട്രീയത്തിലെ ചാണക്യനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശരത് പവാർ എന്ത് നീക്കമാണ് നടത്തുന്നത്? NDAയുമായി നേരിട്ട് കൈകോർക്കുമോ അതോ സ്വന്തം പാർട്ടിയെ വീണ്ടും ഒന്നിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി തുടരുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി NCP അധ്യക്ഷൻ ശരത് പവാറും മകളും MPയുമായ സുപ്രിയ സുലെയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഇതാണ് വലിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയായിരുന്നു ഇരുവരും മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പവാറിനെ വാതിൽപ്പടിയിലെത്തി മോദി സ്വീകരിക്കുന്നതും നേതാക്കൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ചില പേപ്പറുകൾ കൈമാറുന്നതുമൊക്കെ ഈ ചിത്രങ്ങളിൽ ഉണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദർ സന്ദർശിച്ച ശേഷമാണ്
ശരത് പവാറും സുപ്രിയ സുലെയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനെത്തിയത്. മോദിയുമായുള്ള കൂടിക്കാഴ്ച പവാർ CJP സമരം കൂടിക്കാഴ്ചയിലും പവാർ CJP സമരം ഉന്നയിച്ചു എന്ന വിവരങ്ങളുമുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയത്തിനുള്ള സുപ്രധാന ബില്ല് പാസാക്കാനായി ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നതിനിടെയാണ് പവാറിന്റെയും സുപ്രിയ സുലെയുടെയും കൂടിക്കാഴ്ച എന്നതാണ് ശ്രദ്ധേയം. ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPക്ക് 8 MPമാരാണുള്ളത്. മുഴുവൻ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയാൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് NCP അറിയിച്ചിരുന്നു. 50% സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് രേഖാമൂലം എഴുതി നൽകിയാൽ തങ്ങൾ ചർച്ച നടത്തുമെന്നായിരുന്നു സുപ്രിയ സുലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡല പുനർനിർണയ ഭരണഘടനാ ഭേദഗതി ബിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ലോക്സഭയിൽ പരാജയപ്പെട്ടിരുന്നു. അന്ന് 54 വോട്ടുകളുടെ കുറവാണ് NDAയ്ക്കുണ്ടായിരുന്നത്. തൃണമൂൽ കോൺഗ്രസിലുണ്ടായ വൻ പിളർപ്പ് NDAയുടെ ഭൂരിപക്ഷം ഉയർത്തി. പാർട്ടിയുടെ 28 ലോക്സഭാ MPമാരിൽ 20 പേർ വിമതരായി മാറി. നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടി ലയിച്ചു. ഇവരിപ്പോൾ NDA മുന്നണിയുടെ ഭാഗമാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിലെ 9 MPമാരിൽ 6 പേർ പാർട്ടി വിട്ടു. ഇവർ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തിൽ ചേർന്നു. ഇത് ഭരണപക്ഷത്തിന്റെ അംഗബലം 26 ഉയർത്തി. കോൺഗ്രസുമായുള്ള ഭിന്നതയെ തുടർന്ന് ഇന്ത്യ മുന്നണി വിട്ട MK സ്റ്റാലിന്റെ DMK ചില ആവശ്യങ്ങൾ മുൻനിർത്തി സർക്കാരിനെ പിന്തുണച്ചേക്കുമെന്ന സൂചനയുണ്ട്. DMKയുടെ 22 MPമാരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ ഭരണപക്ഷത്തിന്റെ വോട്ട് നില 348 ഉയരും. ലോക്സഭയിലെ നിലവിലെ സാഹചര്യത്തിൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ 352 വോട്ടുകളാണ് വേണ്ടത്. DMK കൂടി പിന്തുണച്ചാൽ NDAയ്ക്ക് 348 വോട്ടുകളാവും. അവശേഷിക്കുന്ന 6 വോട്ടുകൾ NDAയ്ക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPക്ക് 8 MPമാരാണുള്ളത്. ഇവരെ ഒപ്പം നിർത്താനായാൽ NDAയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകും. വനിതാ സംവരണ ബില്ലിന് സുപ്രിയ സുലെയുടെ രാഷ്ട്രീയ ഭാവിക്കും ഗുണകരമാകും എന്നതാണ് ശരത് പവാർ വിഭാഗം കരുതുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ലോക്സഭാ സീറ്റുകൾ 50% വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് സർക്കാർ നൽകിയാൽ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാര്യം പാർട്ടി പരിഗണിക്കുമെന്ന സുപ്രിയ സുലെയുടെ പ്രതികരണം അത് വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ NCPക്കുള്ളിൽ ഈ വിഷയത്തിൽ ഏകാഭിപ്രായമില്ല എന്നതാണ് ഒരു വെല്ലുവിളി. പാർട്ടി MLA രോഹിത് പവാർ മണ്ഡല പുനർനിർണയ ബില്ലിനെ ശക്തമായി എതിർക്കുകയും അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു കെണിയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനത്തിൽ വീഴരുത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ഭിന്നത പരിഹരിക്കാനായോ എന്നതിൽ വ്യക്തതയില്ല. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും NDAയുമായി NCP ധാരണയിലെത്തിയെന്നോ ഔദ്യോഗികമായി സഖ്യത്തിൽ ചേരുമെന്നോ ഇതുവരെ യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ശരത് പവാർ NCPയെ NDAയിലേക്ക് ലയിപ്പിക്കുമോ അതോ പാർട്ടി വീണ്ടും ഒന്നിപ്പിക്കുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ച് NCP അധ്യക്ഷൻ ശരത് പവാർ പല നീക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അടുത്തിടെ അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെയും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെയും കണ്ടത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയ്ക്കിടയാക്കി. തുടർന്ന് ശരത് പവാറിന്റെ അടുത്ത അനുയായി ജയന്ത് പാട്ടീൽ ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തി. ഈ യോഗത്തിൽ അജിത് പവാർ വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളായ പ്രഫുൽ പട്ടേലും സുനിൽ തഡ്കരെയും ഒക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് ജയന്ത് പാട്ടീൽ, ജിതേന്ദ്ര ഔഹാദ് എന്നിവർ ഏക്നാഥ് ഷിൻഡെയുമായും ദീർഘനേരം ചർച്ച നടത്തി. ഈ കൂടിക്കാഴ്ചകൾ ശരത് പവാർ NDAയിലേക്ക് ചേരാൻ ആലോചിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ ആ ദിവസങ്ങളിലും ശക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കൂടി നടന്നിരിക്കുന്നത്. NCPയെ ലയിപ്പിക്കൽ എന്ന ഒരു ലക്ഷ്യം കൂടി ശരത് പവാറിനുണ്ട് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വിഭജിക്കപ്പെട്ട NCPയെ വീണ്ടും ഒന്നിപ്പിച്ച് സ്വന്തം രാഷ്ട്രീയ പാരമ്പര്യം സംരക്ഷിക്കാനാണ് ശരത് പവാർ ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ വന്നത്. അജിത് പവാറിന്റെ അപ്രതീക്ഷിത മരണത്തിന് മുൻപ് NCPയുടെ 2 വിഭാഗങ്ങളും ലയിപ്പിക്കാനുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നേതൃത്വമേറ്റെടുത്ത സുനേത്ര പവാറിനെതിരെ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി ഉയരുന്നതായും ചില മുതിർന്ന നേതാക്കൾ തുറന്ന വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായി. ഇതാണ് വീണ്ടും ലയന സാധ്യതകൾക്ക് വഴിയൊരുക്കുന്നതെന്നും വിലയിരുത്തുന്നു. അപ്പോൾ 2 സാധ്യതകളാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയോടെ എന്താണ് ലക്ഷ്യമെന്നത് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. ഇന്ന് നടന്ന കൂടിക്കാഴ്ച എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. NCP ശരത് പവാർ വിഭാഗം NDAയുമായി അടുക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അത് എങ്ങനെ, ഏത് തരത്തിൽ എന്നതാണ് ഇനി വ്യക്തമാകേണ്ടത്. ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതികൾക്ക് ആവശ്യമായ പിന്തുണ തേടുന്ന BJPക്കും സ്വന്തം രാഷ്ട്രീയ പാരമ്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ശരത് പവാറിനും ഈ ഘട്ടം എന്തായാലും ഒരുപോലെ നിർണായകമാണ്. അതനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്.
പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ച് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ 11ാം രാത്രിയും US വ്യോമസേന കനത്ത ആക്രമണം നടത്തി. തെക്ക് പടിഞ്ഞാറൻ ഇറാനിലെ പ്രധാന സൈനിക താവളങ്ങളാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. ആണവ നിലയം തകർക്കുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കുന്നത്. മുഷഹർ ആണവ നിലയത്തിന്റെ തൊട്ടടുത്ത് വരെ ബോംബ് വീണു എന്നാണ് റിപ്പോർട്ട്. സമാധാന ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണെന്നും ഇറാനാണ് വരാത്തതെന്നും US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ കുറ്റപ്പെടുത്തി. തുടർച്ചയായ 11ാം രാത്രിയിലും USന്റെ ശക്തമായ ആക്രമണം ഇറാനിൽ നടന്നു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ നഗരമായ തബ്രീസിന് സമീപം ചൊവ്വാഴ്ച അർദ്ധരാത്രി ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാന്റെ വടക്ക് കിഴക്കൻ മേഖലകളിൽ ഇറാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിരന്തരം വെടിയുതിർക്കുന്നതിന്റെ ശബ്ദം കേട്ടതായി പ്രദേശവാസികളും വെളിപ്പെടുത്തി. ബുഷഹർ ആണവ നിലയത്തിന്റെ തൊട്ടടുത്ത് വരെ ബോംബ് വീണു. തബ്രീസിലും ടെഹ്റാനിലും സ്ഫോടനങ്ങളുണ്ടായി. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് 2 വിദേശ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. സുരക്ഷിതമല്ലാത്ത പാത തെരഞ്ഞെടുത്ത 2 കപ്പലുകൾക്ക് തീപിടിച്ചു എന്നായിരുന്നു IRGCയുടെ വിശദീകരണം. കുവൈറ്റിന്റെ വ്യോമാതിർത്തിയിലെത്തിയ ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റിലെ പ്രധാന പവർ സ്റ്റേഷനിലും കുടിവെള്ള പ്ലാന്റിലും തീപിടുത്തമുണ്ടായി. ജോർദാനിലെ അൽ അസ്റാഖ് വ്യോമത്താവളത്തിലും ബഹ്റൈനിലെ ഷെയ്ഖ് ഹിസ വ്യോമത്താവളത്തിലും ആക്രമണം നടത്തിയെന്ന് ഇറാൻ അറിയിച്ചു. ചെങ്കടലിൽ ഹൂതികളുടെ നാവിക ഉപരോധം തുടരുകയാണ്. അമേരിക്ക ആക്രമണം ഇറാനു നേരെ ശക്തമാക്കിയതോടെ യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യയ്ക്ക് നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് ചെങ്കടലിലൂടെ നീങ്ങുകയായിരുന്ന 2 ക്രൂഡ് ഓയിൽ ടാങ്കറുകളെ സൗദി തിരിച്ചുവിളിച്ചു. ബാബൽ മാൻഡെബ് കടലിടുക്ക് അടയ്ക്കാൻ ഹൂതികൾ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. എണ്ണവില ഈ ഘട്ടത്തിൽ കുതിച്ചുയരുകയാണ്. ആഗോളതലത്തിൽ ഇന്ധന വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയെ തുടർന്നാണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത്. ബ്രെന്റ് ക്രൂഡ് വില ഏതാണ്ട് $91.51 എത്തി എന്ന വിവരമാണ് വരുന്നത്. 71 വരെ താഴ്ന്ന ബ്രെന്റ് ക്രൂഡ് വിലയാണ് ഇപ്പോൾ 90 മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിനായി അമേരിക്ക ചെലവഴിച്ച പണത്തിന്റെ കണക്കുകളും പുറത്തു വന്നു. $37.5 ബില്യൺ ചെലവായി എന്ന വെളിപ്പെടുത്തലാണ് വരുന്നത്. ഫണ്ട് അനുവദിക്കുന്ന സെനറ്റ് സമിതിക്ക് മുന്നിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്താണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തിയത്. മെയ് മാസത്തിന് ശേഷം $8 ബില്യൺ അധികമായി ചെലവായി. അടിയന്തരമായി കൂടുതൽ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ സൈനിക പരിശീലനം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും ഹെഗ്സെറ്റ് നൽകുന്നു. അധിക ഫണ്ട് ആവശ്യത്തെ മിക്ക ഡെമോക്രാറ്റുകളും എതിർത്തു. റിപ്പബ്ലിക്കൻ സെനറ്റർമാർക്കും ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്ന വിവരമാണ് വരുന്നത്. ഒപ്പം ട്രംപിന് അമേരിക്കയിൽ വിലയിടിയുന്നു എന്നതിന്റെ സർവേ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഡൊണാൾഡ് ട്രംപ് ഇറാനു നേരെ നടത്തിയ സൈനിക നടപടിയോടുള്ള ജനങ്ങളുടെ എതിർപ്പ് പ്രകടമാക്കിക്കൊണ്ടുള്ള സർവേ ഫലങ്ങളാണ് പുറത്തുവന്നത്. പുതിയ സർവേ ഫലങ്ങൾ അനുസരിച്ച് 61% അമേരിക്കക്കാരും ഈ സൈനിക നടപടിയെ തെറ്റായ തീരുമാനമായാണ് കാണുന്നത്. ഈ യുദ്ധം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്ന് 60% അമേരിക്കക്കാരും ഭയപ്പെടുന്നുണ്ട്. ട്രംപ് അധികാരമേറ്റ സമയത്തെ അപേക്ഷിച്ച് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമായതായി 40% ആളുകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ യുദ്ധത്തിനെതിരായുള്ള അമേരിക്കക്കാരുടെ വികാരമാണ് ഈ സർവേ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ട്രംപാണ് ഈ വിമർശനം നേരിടേണ്ടി വരുന്നത്. നേരത്തെ ഇറാഖിലും മറ്റുമൊക്കെയുള്ള സൈനിക നടപടിയുടെ സമയത്ത് ഉണ്ടായിരുന്ന അപ്പോഴത്തെ പ്രസിഡന്റുമാർക്കുണ്ടായിരുന്ന ജനപ്രീതിയുടെ അത്രയും കുറവിലേക്ക് ഇപ്പോൾ ട്രംപിന്റെ സാഹചര്യവും എത്തിയിരിക്കുന്നു എന്നതാണ് ഈ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ട്രംപിന്റെ വിലയിടിയുന്നു അമേരിക്കയിൽ എന്നതാണ് അത് നൽകുന്ന സൂചന. ഇറാൻ ചർച്ചകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇതിനിടയിൽ ട്രംപ് രംഗത്ത് വരുന്നത്. പിക്കാക്സ് മൗണ്ടനിലെ ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രത്തിൽ വൈകാതെ വൻ ആക്രമണം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പും ഭീഷണിയും കൂടി ട്രംപ് ഉയർത്തുന്നുണ്ട്. എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ഏതൊരു ആക്രമണത്തെയും തുറന്ന യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നതാണ് ടെഹ്റാന്റെ മുന്നറിയിപ്പ്. ഈ യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്നത് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. ചർച്ചകൾക്ക് പാകിസ്ഥാൻ വഴി ചില ശ്രമങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട്. ഈജിപ്ത്, UAE വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. അതും സമാധാന ചർച്ചകളുടെ ഭാവി സംബന്ധിച്ചായിരുന്നു. ടെഹ്റാൻ സംസാരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നം എന്നതാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ പാകിസ്ഥാൻ വഴി ചില സന്ദേശങ്ങൾ ഇറാൻ കൈമാറി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് മാത്രമാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. എതിരാകുന്ന ജനവികാരം ട്രംപിന്റെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന് മാത്രമാണ് ആശിക്കാനുള്ളത്. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. TG സജിത്ത് ചേരും.